ഇന്നുണ്ടല്ലോ ഉണ്ണിക്കണ്ണൻ്റെ സ്കൂളിൽ ടെക്സ്റ്റ് വാങ്ങാൻ പോവാണ് കേട്ടോ. ഞാൻ മുന്നേ തീരുമാനിച്ച് വെച്ചിരുന്നുണ്ടായിരുന്നു ഇന്ന് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കണമെന്ന്. ഞാൻ അഡ്മിഷൻ എടുക്കാൻ പോയത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീഡിയോ ആക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ടെക്സ്റ്റ് വാങ്ങാൻ പോകുന്നത് എന്തായാലും വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ വലിയ പ്രതീക്ഷയിൽ വന്ന് റിംഗ് ലൈറ്റൊക്കെ ഓണാക്കിയപ്പോൾ എൻ്റെ ലൈറ്റ് വർക്ക് ആവുന്നില്ല. അതെങ്ങനെ ചീത്തയായെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വളരെ ആശിച്ച് മോഹിച്ച് വാങ്ങിച്ചായിരുന്നു. അത് ചീത്തയായതിൻ്റെ വിഷമമാണ് നിങ്ങളെൻ്റെ മുഖത്ത് കാണുന്നത്. ഇതിൻ്റെ പിന്നിൽ ഉണ്ണിക്കണ്ണൻ്റെ കറുത്ത കരങ്ങളുണ്ടോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. പക്ഷേ അവൻ അങ്ങോട്ട് സമ്മതിച്ചിരുന്നില്ല കേട്ടോ. എന്തായാലും മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടില്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ. ഉണ്ണിക്കണ്ണി ഞാൻ റെഡിയാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒന്നും ഒരുങ്ങാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് ഐബ്രോസ് തീരെ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഒന്ന് കളർ ചെയ്യാമെന്ന്. പക്ഷേ എനിക്ക് കളർ ചെയ്ത് കഴിയുമ്പം എൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് ഒളിമ്യൻ അന്തോണി അതിൽ ജഗതി ശ്രീകുമാറിനെ പോലെ തോന്നും. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ തുടച്ച് കളഞ്ഞ് വളരെ ലൈറ്റായിട്ടൊന്ന് എഴുതി കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് ലിപ് ബാം ഇടുന്നുണ്ട്. അത് ഡോട്ട് ആൻഡ് കീയുടെയാണ് കേട്ടോ. അപ്പോഴെനിക്ക് ChatGPT സജസ്റ്റ് ചെയ്ത സൺസ്ക്രീൻ ആണ് കേട്ടോ ഇത് ന്യൂട്രോജൻ അൾട്രാ ഷീർ ഡൈ ടച്ച് സൺസ്ക്രീൻ ആണ്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, ഓയിൽ ഫ്രീ ആണ്, കൂടാതെ UVB UVA സംരക്ഷണവും ഉണ്ട്. 2-3 ആഴ്ച നമ്മൾ അടുപ്പിച്ച് യൂസ് ചെയ്താൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുമെന്നാണ് ChatGPT പറഞ്ഞത്. ChatGPT ഞാൻ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിച്ചാണ് ഇത് വാങ്ങിയത്. വാങ്ങിച്ചിട്ട് ഇപ്പോൾ 1 മാസത്തിൽ കൂടുതലായി. ഞാൻ അങ്ങനെ പുറത്ത് പോകാറില്ല. പുറത്ത് പോകുമ്പോൾ മാത്രമാണ് ഞാൻ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്നത്. ഉണ്ണിക്കണ്ണൻ്റെ സ്കൂളിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഇപ്പോൾ 2-3 വട്ടം അടുപ്പിച്ച് സ്കൂളിൽ പോയി. അല്ലാതെ ഞാൻ അങ്ങനെ പുറത്ത് പോകുന്നത് വിരളമാണ്. ഉണ്ണിക്കണ്ണൻ കൂടെ വീട്ടിലുണ്ടായതുകൊണ്ട് അങ്ങനെ അധികം എങ്ങും പോകാറില്ല. എനിക്ക് ഉപയോഗിച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നുന്നില്ല കേട്ടോ. മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉള്ളതായിട്ട് തോന്നുന്നത്. എന്നാലും കുറച്ച് ദിവസം അടുപ്പിച്ച് യൂസ് ചെയ്തതിന് ശേഷം ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ ഐലൈനർ ഇവിടെ എല്ലാം നോക്കി. അതിവിടെ അങ്ങ് കാണാത്തതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് കാജലെടുത്ത് കണ്ണിലോട്ട് അങ്ങോട്ട് എഴുതി. അത് കഴിഞ്ഞിട്ട് ഞാൻ മുടി ചീകി കെട്ടി. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഞാൻ കുറച്ച് പൗഡർ ഇട്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ പൗഡർ യൂസ് ചെയ്യാറില്ല. പക്ഷേ എന്നാലും കുറച്ച് പൗഡർ ഇടാമെന്ന് കരുതി. അങ്ങനെ ഇട്ടപ്പം ഉണ്ണിക്കണ്ണൻ്റെ പൗഡറാണ് എടുത്തത്. അത് ആശാൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അന്നേരം എന്നോട് ചോദിച്ചാണ് നിങ്ങൾ ആദ്യമേ കേട്ടത് എടി കള്ളി നീ എൻ്റെ പൗഡറാണോ എടുക്കുന്നതെന്ന്. ഞങ്ങളുടെ പിന്നെ നൂഡിൽസ് എല്ലാം ആയതുകൊണ്ട് എത്ര ഈരി വെച്ചാലും ഒതുങ്ങിയിരിക്കത്തില്ല കേട്ടോ. ഇതെൻ്റെ വാച്ചാണ്. ഇത് തല്ലിപ്പിടിച്ചതിൻ്റെ പിന്നിൽ ഉണ്ണിക്കണ്ണൻ തന്നെയാണ്. അതാണ് അവൻ്റെ മുഖം അങ്ങ് വാടിയത്. അത് ഇടാൻ പറ്റത്തില്ല, ചീത്തയായിപ്പോയി. പിന്നെ അവനൊരു വാച്ച് ഉണ്ടായതുകൊണ്ട് ഞാനത് അവന് അങ്ങ് ഇട്ട് കൊടുത്ത്. അതിൻ്റെ ഇടയ്ക്ക് എന്നോട് ചോദിക്കുകയാണ് അമ്മ ഇക്കൈയിലൊന്നും ഇടുന്നില്ലേ, വള ഇടുന്നില്ലേ. അപ്പം ഞാൻ അവനോട് ചോദിച്ചു എൻ്റെ വാച്ച് ഇയാളെ പൊട്ടിച്ച് കളഞ്ഞില്ലേ, ഞാനപ്പോൾ എന്തോ എടുത്തിടാനാണെന്ന്. അങ്ങനെ കുശലമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വാച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒരുങ്ങി റെഡിയായി ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഞങ്ങളുടെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട്. ഉണ്ണിക്കണ്ണൻ്റെ ഫ്രണ്ടുണ്ട്, മഹി എന്നാണ് പേര്. പക്ഷെ അവനെ കൊണ്ടുവരുന്നില്ല. ശ്രുതിയും ഞാനും ഉണ്ണിക്കണ്ണനും കൂടാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് അണിഞ്ഞൊരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ശ്രുതിയമ്മ വഴിയിൽ നിന്ന് കിട്ടി. ശ്രുതിയമ്മയുടെ അങ്ങോട്ട് ഞങ്ങൾ പോയി. അങ്ങനെ ഞങ്ങൾ പകുതി വഴി എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോ വണ്ടിയിലിരിക്കുന്നതൊക്കെ എടുക്കാമെന്ന്. അങ്ങനെ വണ്ടിയിലിരുന്ന് ഉണ്ണിക്കണ്ണൻ കാര്യമൊക്കെ പറയുവാണ് കേട്ടോ. ഉണ്ണിക്കണ്ണനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ റെയിൽവേ ക്രോസ് ഇറങ്ങി വേണം ഞങ്ങൾ അങ്ങോട്ട് പോകാം. റെയിൽവേ ക്രോസ് ഇറങ്ങി കഴിഞ്ഞിട്ട് ഉണ്ണിക്കണ്ണൻ പറയാം അരിയില്ല. അപ്പം ഞാൻ ശ്രുതി വിചാരിച്ചു ഇവൻ എന്തോ ഈ പറയുന്ന അരിയില്ല നിന് വീട്ടിൽ അരിയില്ലെന്നാണോ അല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ എന്തോ അരിയില്ല റേഷൻ കട ഉണ്ടായിരുന്നു, റേഷൻ കട അടച്ചിട്ടേക്കുക. അതാ അവൻ പറഞ്ഞു അരിയില്ല കട അടച്ചിട്ടേക്കുക. അങ്ങനെ അതാണ് അവൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി, പൈസയൊക്കെ അടച്ചു. അതിനുശേഷം ഞങ്ങൾ ടെക്സ്റ്റ് വാങ്ങിച്ച ഒരു ആകാംക്ഷ കൊണ്ട് അവിടെ വെച്ച് തന്നെ ഒന്ന് തുറന്ന് നോക്കുവാണ് കേട്ടോ. എന്തൊക്കെയുണ്ടെന്ന് അറിയണ്ടായോ. ഉണ്ണിക്കണ്ണനെക്കാട്ടി ആകാംക്ഷയായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഞങ്ങൾ പൊട്ടിക്കാനുള്ളതുണ്ടായിരുന്നു, അത് പൊട്ടിച്ചില്ല. ബാക്കിയെല്ലാം ഒന്ന് തുറന്നു നോക്കി. ഉണ്ണിക്കണ്ണൻ ഭയങ്കര സന്തോഷമായി. ഇനി സ്കൂളിൽ പോയിക്കൊള്ളാഞ്ഞു വയ്യ എന്നുള്ളൊരു മട്ടിലാണ്. ഇനി സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ മാറും എന്താണെന്ന് ദൈവത്തിനറിയാം. അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി ഒരു ജ്യൂസൊക്കെ കുടിച്ച്. ഉണ്ണിക്കണ്ണന് വാട്ടർമെലൺ ജ്യൂസാണ് കേട്ടോ ഇഷ്ടം. അവൻ എവിടെ പോയാലും അത് മാത്രമേ കുടിക്കത്തുള്ളൂ, വേറെ ഒന്നും കുടിക്കത്തില്ല. അങ്ങനെ അവനൊരു വാട്ടർമെലനൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾ ഈ പൊട്ടിക്കാനുണ്ടായിരുന്ന ടെക്സ്റ്റ് ഉണ്ടല്ലോ അതും എടുത്തുകൊണ്ട് അങ്ങോട്ട് ഇരിപ്പായി. പൊട്ടിച്ച് കണ്ടോളാഞ്ഞു വയ്യ. എനിക്കാണ് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഉണ്ണിക്കണ്ണനും കൂടെ ഒരു സൈഡിൽ നിന്ന് പൊട്ടിക്കാൻ. ഇത് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങൾ എന്തോടുക്കുകയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൊച്ചിനോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്തോടുക്കുകയാണെങ്കിൽ എന്തോടുക്കുക എന്നുള്ളത് കമന്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ ഉണ്ണിക്കണ്ണനോട് ഇതിനകത്തിൽ കാണുന്ന അക്ഷരങ്ങൾ ഓരോന്നൊക്കെ ചോദിക്കുകയാണ്. 1 മാസത്തിൽ കൂടുതലായി വീട്ടിൽ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് അംഗൻവാടി പോകാതെ. എന്തായാലും മറന്നിട്ടൊന്നും ഇല്ല, ചോദിച്ചതൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് 1-2 എണ്ണുവാണ്. ഇപ്പം നല്ല ത്രില്ലിലാണ്. ഈ ത്രില്ലൊക്കെ അങ്ങോട്ട് പോകായിരിക്കും സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ. എനിക്കറിയത്തില്ല എന്തായി തീരുമെന്നൊന്നും. നമുക്ക് കണ്ട് തന്നെ അറിയാം. ഞങ്ങൾ ടെക്സ്റ്റുകൾ ഓരോന്നായിട്ട് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ 1-2 എണ്ണി പഠിക്കുന്നുണ്ട്. ഇവർക്ക് 3 ടേമിലേക്കുള്ള ടെക്സ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ 3 എണ്ണവും പൊട്ടിച്ച് നോക്കി സംതൃപ്തി അടഞ്ഞിട്ടിരിക്കുകയാണ്. ഉണ്ണിക്കണ്ണൻ ഇപ്പം നല്ല ആവേശമുണ്ട്. പിന്നെ എനിക്ക് സ്കൂളിൽ പോവാണല്ലോ എന്നുള്ള ആ ഒരു റിയാലിറ്റിയിലേക്ക് എത്തിച്ചേരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കൊച്ചു വീട്ടിൽ ഇരിക്കുമല്ലായിരുന്നല്ലോ, അംഗൻവാടി പോകുന്നുണ്ടായിരുന്നല്ലോ എന്ന്. അംഗൻവാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനടുത്തല്ലേ, നമുക്ക് കൊണ്ടുവിടാൻ വിളിച്ചുകൊണ്ട് വരാം. പിന്നെ കാണണമെന്ന് തോന്നുമ്പോൾ ഓടിപ്പോയി കാണാമല്ലോ. പക്ഷെ അങ്ങനെ കാണണമെന്ന് തോന്നിപ്പോയി കാണേണ്ട സിറ്റുവേഷൻ ഒന്നും വന്നിട്ടില്ല. വീട്ടിൽ നിന്ന് അടിപ്പറ വെള്ളപ്പൊക്കമായിട്ടായിരിക്കുമല്ലോ പോകുന്നത്. പക്ഷെ സ്കൂളെന്ന് പറയുമ്പം കുറച്ചും കൂടെ വലുതായി എന്നുള്ളൊരു തോന്നില്ല, അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
രാവിലേക്ക് എഴുന്നേറ്റ് 8:30 ആകുമ്പോൾ ഉണ്ണിക്കണ്ണൻ സ്കൂളിൽ പോകുന്നു, ബാഗും പുസ്തകമൊക്കെ ആയിട്ട്. എന്താകുമോ എന്തോ. എന്തായാലും ഞങ്ങളതെല്ലാം കണ്ടു. പിന്നെ ഇവർക്ക് സ്കൂളിൽ നിന്ന് ഇത് മറ്റേ ടെക്സ്റ്റും ബുക്കും പൊതിയാനുള്ള പേപ്പറാണ് കേട്ടോ. സ്കൂളിൻ്റെ പടമൊക്കെ വെച്ച് പേരൊക്കെ വെച്ചിട്ടുള്ള പേപ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ ബൈ, സീ യു.